പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് ലീഡർ, നല്ല മനോഹര ഗായകൻ, ആലയത്തോട് ചേർന്ന് വസിച്ചിരുന്ന, ദൈവ സാന്നിധ്യത്തിൽ എപ്പോഴും സമയം ചെലവഴിച്ചിരുന്ന ഒരു ഭക്തനായ മനുഷ്യൻ, പേര് ആസാഫ്. അനവധി അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ തൻ്റെതായി രേഖപ്പെടുത്തിയിട്ടുള്ള മനോഹര സങ്കീർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സങ്കീർത്തനങ്ങൾ 73. തൻ്റെ ഹൃദയത്തിനകത്ത് താൻ നേരിട്ട ഒരു സ്പിരിച്വൽ സ്ട്രഗിൾ അത് താൻ തുറന്ന് സമ്മതിച്ച് എഴുതുന്ന മനോഹരമായ ഒരു സങ്കീർത്തനം. സമൂഹത്തിലേക്ക് തൻ്റെ ഫോക്കസ് മാറിയപ്പോൾ, സമൂഹത്തിലേക്ക് തൻ്റെ ശ്രദ്ധ മുഴുവൻ തിരിച്ചപ്പോൾ, തൻ്റെ ഹൃദയത്തിൽ നേരിട്ട അസ്വസ്ഥതകൾ താൻ രേഖപ്പെടുത്തുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വെറുതെയാണെന്ന് തോന്നിപ്പോകുന്ന, സമൂഹത്തിൽ താൻ കണ്ട അനുഭവങ്ങൾ തൻ്റെ ആത്മീയതയെ വെറുതെയാണെന്ന് തോന്നിപ്പിച്ച ഒരു വല്ലാത്ത കാലഘട്ടം അത് താൻ തുറന്നെഴുതുകയാണ്. പക്ഷേ അതിൻ്റെ അവസാനം താൻ എത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതാ, ദൈവത്തോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകുന്നു. ദൈവത്തോട് അടുത്ത് നിന്നപ്പോൾ വളരെ അഭിവൃദ്ധി പ്രാപിച്ചവർ, ദൈവകൃപ പ്രാപിച്ചവർ, ദൈവിക നന്മകൾ അനുഭവിച്ചവർ, ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിലെത്തിയപ്പോൾ ദൈവത്തോട് അകന്നു നിൽക്കുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചകൾ അത് ആത്മീകമായി കണ്ട ആ ഭക്തൻ തിരിച്ചറിയുന്നു. ഇതാ അവരൊക്കെ നശിച്ചു പോകുന്നു. ഒത്തിരി പേരെ വിരൽ ചൂണ്ടി കാണാൻ കഴിയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളും ഇന്നും ജീവിക്കുന്നത്. ദൈവത്തോട് അടുത്ത് നിന്ന കാലഘട്ടത്തിൽ ആത്മീകമായി കൃപാവരങ്ങളാൽ ജ്വലിച്ചു നിന്നവർ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഇതാ നശിച്ചു പോകുമ്പോൾ ആ ഭക്തൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാക്ക് ഇതാണ്: എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ദൈവത്തിൽ നിന്ന് അകന്നിരുന്നവർ നശിച്ചു പോകുമ്പോൾ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർ വളർച്ച പ്രാപിക്കുകയാണ്. ശലോമോൻ ജീവിതം തുടങ്ങുന്നത് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ്, ദൈവത്തോട് പ്രാർത്ഥിച്ചാണ്, ദൈവിക ആലോചന പ്രകാരമാണ്. ആലയം പണിയുന്നത് വരെ കൃത്യമായ ദൈവിക നിയോഗപ്രകാരമാണ്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അവൻ പയ്യെ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. അത് വലിയ നാശത്തിലേക്ക് ചെന്നെത്തിക്കുന്ന കാഴ്ചകൾ വേദപുസ്തകത്തിലേക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നല്ല തുടക്കങ്ങൾ നല്ല അവസാനം ഉണ്ടാകുന്നതിന്റെ ഗ്യാരണ്ടി അല്ല. ജീവിതത്തിൽ നല്ല തുടക്കങ്ങൾ ലഭിച്ച അനേകർ വഴിയരികിൽ വെച്ച്, വഴിമധ്യേ വെച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്, നശിച്ചു പോകുന്നത് കണ്ടു നിൽക്കുന്ന ഈ സമൂഹത്തിൽ അകത്ത് ദൈവം കൊടുത്ത പ്രത്യേക ദൈവിക നിർണയപ്രകാരം, ആത്മഭാരപ്രകാരം തൃശ്ശൂർ മണ്ണൂത്തി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ ദൈവദാസന്മാർ, യുവജനങ്ങൾ അവരുടെ അകത്ത് ദൈവമിട്ട ദർശനപ്രകാരം, യുവജനങ്ങൾ കൊണ്ട് തന്നെ അവരുടെ അകത്ത് ദൈവമിടുന്ന ദൈവശബ്ദങ്ങൾ മറ്റുള്ള യുവജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ ചെറിയ വീഡിയോകളാക്കി ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ആ ദൈവവചന ചിന്തകൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിനകത്ത് നമ്മെ ദൈവത്തോട് ചേർത്ത് നിർത്തട്ടെ. മോശ പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, അങ്ങേക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ. നമ്മുടെ എല്ലാ ബന്ധങ്ങളുടെയും മധ്യേ ദൈവം ഉണ്ടാകട്ടെ. നമ്മുടെ ഏറ്റവും അടുത്ത് ദൈവം ഉണ്ടാകട്ടെ. ദൈവത്തോട് നമ്മെ ചേർത്ത് നിർത്തുന്ന ആ മനോഹര ദൈവവചന സന്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ. ആ ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.